ഇൻസൈഡ് ഔട്ട് പാർട്ട് 2 അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് 2 2024 ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ 1.62 ബില്യൺ ആണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ. അനിമേറ്റഡ് സിനിമകളിൽ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടാമതാണ്, ലയൺ കിങ് ഒന്നാമതും, സെക്കൻഡ് ആണ് ഈ ഒരു സിനിമ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കാണാതെ പോയി കാണാതെ ഭയങ്കര രസമാണ് ഈ ഒരു സിനിമ. ആക്ച്വലി ഇതൊരു ഫാമിലി കോമഡി ജോണറൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഭയങ്കര രസമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഡിസ്നിയുടെ ഭയങ്കര ഡിസ്നിയെ ലാഭത്തിൽ കൊണ്ടുവന്ന ഈ ഒരു സിനിമയാണ് ഈ വർഷം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡെഡ്പൂളൊക്കെ വന്നത്. ഈ വർഷം ഒരു അനിമേറ്റഡ് സിനിമയ്ക്ക് എന്താണ് ഇത്ര വലിയ പോപ്പുലാരിറ്റി ഇടാൻ, അല്ലെങ്കിൽ ഈ ഒരു 1.62 ബില്യൺ കളക്ഷൻ കിട്ടുന്നതെന്ന് പലർക്കും ഉള്ള ഡൗട്ടാണ്. ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറിയും പ്രസൻറ്റേഷൻ സ്റ്റൈലും ഒക്കെ തന്നെയാണ്. വളരെ സിമ്പിൾ സ്റ്റോറിയെ വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് കാണുന്ന ആർക്കും ഈ സിനിമയോട് ഒരു വല്ലാത്ത അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സിനിമയും രണ്ട് ഡയറക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇൻസൈഡ് ഔട്ട് ചെയ്ത ഡയറക്ടർ അല്ല ഈ ഒരു രണ്ടാമത്തെ സിനിമ ചെയ്തിട്ടുള്ളത്. രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സാണ്. ആദ്യത്തെ സിനിമ 2015 റിലീസാവുന്നത്, ഇത് 2024 റിലീസാകുന്നു. ഭയങ്കര രസകരമായിട്ട് റൈലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇമോഷൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് സിനിമയിൽ റൈലി വളർന്നൊരു ടീനേജ് വരെ എത്തുന്ന ടൈം വരെയാണ് കാണിച്ചത്. അതിൽ കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള റൈലിയുടെ അറ്റാച്ച്മെൻ്റ് ഒക്കെയാണ് കാണിച്ചത്. ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൈലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൈൻഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് ഇപ്പം ഓരോ ഇമോഷൻസിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ആ ഇമോഷൻസ് ആണ് അതിനെ വർക്ക് ചെയ്യിക്കുന്നത്, ആ ഇമോഷൻസ് ആണ് റൈലിയെ കൊണ്ട് ഓരോ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സിനിമ കാണിച്ചു പോകുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇമോഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ടാമത്തെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു ടീനേജറായി അല്ലെങ്കിൽ ഒരു 14-15 വയസ്സൊക്കെ ആവാറായ ഒരു പെൺകുട്ടിക്ക് ഇമോഷൻസ് പിന്നെയും വരും. അപ്പോഴാണ് ആൻസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻസ് വരുന്നത്. ആൻസൈറ്റിയാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജോയിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ജോയി, സാഡ്നസ്, ആങ്കർ, സാഡ്, ഡിസ്കസ്റ്റിംഗ് എന്നുള്ള ആ ഒരു 5 ക്യാരക്ടേഴ്സ് അവരാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ലീഡിങ് ആയിട്ടുള്ളത്. ഇപ്പം ഏത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നമുക്ക് ആദ്യം വരുന്ന 5 ഇമോഷൻസ് അതൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ജോയി ആണ് ഇതിനകത്ത് മെയിൻ ലീഡർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പം ഈ ഒരു ആൻസൈറ്റി വന്നിട്ട് ജോയിയെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. പിന്നെ ജോയി പഴയ ഒരു റൈലിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സിനിമയിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ്, കോളേജ് അല്ലെങ്കിൽ സ്കൂള്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് റൈലിയുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. കാരണം ഹൈസ്കൂളിലേക്ക് പോകുന്നു, അപ്പോൾ പുതിയ ഹോക്കി ടീമിൽ ചേർണം, തൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് സ്കൂൾ മാറുന്നു എന്ന് പറയുന്നത്, അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂസിങ് മൊമെൻ്റാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൈലി ചെയ്യുന്ന ഈ ആൻസൈറ്റി റൈലിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഭയങ്കര രസമാണ്, ഭയങ്കര കളർഫുള്ളാണ് സിനിമ. ഓരോ ഫ്രെയിം എടുത്തു നോക്കിയാലും ഭയങ്കര കളർഫുള്ളാണ്. ഈവൻ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു നോക്കിയാലും അവരെല്ലാം ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ്. നമ്മൾ ഒരു ഫ്രെയിമിൽ തന്നെ പല ഡിഫറെൻറ്റ് കളർ, അതും ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഭയങ്കര പ്രത്യേകത. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന അനിമേഷൻ സിനിമ പോലെ ഒരുപാട് മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ഒരു സിനിമയില്ല. ഒരു ലൈവ് ആക്ഷൻ എങ്ങനെ കാണുന്നു അതിൻ്റെ ഒരു അനിമേഷൻ വെർഷനായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇത്രയും കളക്ഷൻ നേടിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ആ ഒരു ഇമോഷൻസിനും ഇങ്ങനെ ഓരോരുത്തർക്ക് ഈ ഇമോഷൻസ് എല്ലാം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര രസകരമായിട്ട് കാണിക്കുന്നു. അത് ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെയും സിനിമയെ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണ്, ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഈ ഒരു സെക്കൻഡ് പാർട്ടോടുകൂടി ഈ ഒരു സിനിമ തീരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം റൈലി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ആ ഒരു യങ്ങർ സ്റ്റേജ് കാണിക്കാം, അഡൾട്ട് സ്റ്റേജ് കാണിക്കാം, പ്രണയങ്ങൾ കാണിക്കാം, അതൊന്നും ഈ ഒരു സിനിമയിലൊന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ റൈലി വളർന്നു വരുന്നില്ലേ, റൈലി ഉണ്ടായി വളർന്നു വരുന്നത് കാണിക്കുന്നു. ഇവിടെ ആ ഒരു ടീനേജ് സമയം കാണിക്കുന്നു. ഇനിയും ഇതിൻ്റെ സിനിമകളിൽ അടുത്ത പാർട്ടുകൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണേണ്ടതാണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഇനിയിപ്പം OTT കാണുക ഭയങ്കര രസകരമായിട്ട് ആർക്കും ഏത് പ്രായത്തിലുള്ളവർക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ ഇത്രയും കളക്ഷൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണുക ഇൻസൈഡ് ഔട്ട് 2. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. ബൈ.